ഹലോ, ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുന്നത് കുറച്ച് ലോ ലൈറ്റ് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുകയാണെന്നുണ്ടെങ്കിലും അപ്പോൾ ചില പ്ലാന്റ്സ് നമ്മൾ വളരെ കുറഞ്ഞ വെളിച്ചത്തിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വളരില്ല. കാരണം അവർക്ക് അത്യാവശ്യം സൺലൈറ്റ് വേണ്ട പ്ലാന്റ്സ് ആയിരിക്കും. അപ്പോൾ ചില പ്ലാന്റ്സ് നമ്മൾ എത്ര വെളിച്ചം കുറഞ്ഞ ഏരിയയിൽ വെക്കുകയാണെങ്കിലും അവർ നല്ല രീതിയിൽ വളരുന്ന കുറച്ച് പ്ലാന്റ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള വളരെ വെളിച്ചം കുറഞ്ഞ ഏരിയയിൽ വളർത്താൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് കാണിച്ചിരുന്ന ഒരു പ്ലാന്റ് ഈ ഒരു പെപ്പറോമിയ പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് നമുക്ക് വളരെ വെളിച്ചം കുറഞ്ഞിട്ടുള്ള ഏരിയയിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അതായത് എത്ര വെളിച്ചം ഇല്ലാത്തൊരു ഏരിയയിലാണെങ്കിലും അത്യാവശ്യം നല്ല ഭംഗിയിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പെപ്പറോമിയ പ്ലാന്റ്. പെപ്പറോമിയ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇപ്പോൾ അതേപോലെ അതിൻ്റെ ലീഫ് നമ്മൾ എടുത്തിട്ട് അത് നട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് പുതിയ പെപ്പറോമിയ പ്ലാന്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതേപോലെ നമുക്ക് സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടും ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ലോ ലൈറ്റിൽ വെക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് കെയർ ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു പെപ്പറോമിയ. അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു സ്നേക്ക് പ്ലാന്റ്. സ്നേക്ക് പ്ലാന്റ് നമുക്ക് വളരെ ഈസിയാണ് വളർത്താൻ വേണ്ടിയിട്ട്. അതേപോലെ ഇപ്പോൾ സ്നേക്ക് പ്ലാന്റിൽ നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ നമ്മൾ 1 മാസം 2 മാസമൊക്കെ ഇതിനെ വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഇതൊരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ സർവൈവ് ചെയ്യുന്നൊരു പ്ലാന്റാണ്. അതേപോലെ ഇതിനെ വളരാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് വെളിച്ചം മതി. പ്ലാന്റ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഇതേപോലുള്ളൊരു ലീഫ് എടുത്തിട്ട് നമുക്ക് നട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിന് പുതിയ പ്ലാന്റ് ഉണ്ടായി വരുന്നതായിരിക്കും. അതേപോലെ ഈ ലീഫ് എടുത്ത് നമ്മൾ ജസ്റ്റ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടായി വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ വളരെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു പ്ലാന്റാണ് അത്. അടുത്തൊരു പ്ലാന്റാണ് സിങ്കോണിയം. സിങ്കോണിയം നമുക്ക് വളരെ വെളിച്ചം കുറഞ്ഞ ഏരിയയിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അതേപോലെ സിങ്കോണിയം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നമുക്ക് വളരെ ഈസിയാണ്. സിങ്കോണിയത്തിൻ്റെ ഒരു കട്ടിങ് എടുത്തിട്ട് നമ്മൾ അത് വെള്ളത്തിൽ വെച്ചിട്ടാണെങ്കിലും പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ നമ്മൾ സാധാരണ മണ്ണിൽ നട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കതിനെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സിങ്കോണിയത്തിൻ്റെ ഒരുപാട് വെറൈറ്റീസും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ സിങ്കോണിയത്തിൽ വരുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു പിങ്ക് സിങ്കോണിയം. ഈ ഒരു പിങ്ക് സിങ്കോണിയം നമ്മൾ വെയിലത്ത് ഒരിക്കലും നമ്മളിതിന് വെക്കാനായിട്ട് പാടില്ല. ഇത് നമ്മൾ വെയിലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ കളറൊക്കെ ഫെയ്ഡ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. സിങ്കോണിയം വെറൈറ്റീസ് എല്ലാം തന്നെ നമുക്ക് ലോ ലൈറ്റിൽ വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സ് തന്നെയാണ്. അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്ന ഒരു പ്ലാന്റാണ് പീസ് ലില്ലി. പീസ് ലില്ലി നമുക്ക് ഇൻഡോറിൽ വളർത്താൻ പറ്റുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അതേപോലെ പീസ് ലില്ലിക്കും വളരെ കുറഞ്ഞ വെളിച്ചം മാത്രം മതി. വളരെ കുറഞ്ഞ വെളിച്ചത്തിൽ നന്നായിട്ട് ഗ്രോത്ത് തരുന്ന ഒരു പ്ലാന്റാണ് പീസ് ലില്ലി. ഫിലോഡെൻഡ്രോൺ സ്റ്റെനോളിപ്പം. ഈ ഒരു പ്ലാന്റ് ലോ ലൈറ്റിൽ നല്ല തിക്കായിട്ട് ബുഷിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്. അതേപോലെ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താലും നന്നായിട്ട് ഗ്രോത്ത് തരുന്നൊരു പ്ലാന്റാണ്. നമ്മൾ അധികം കെയർ ചെയ്തില്ലെങ്കിലും നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു ഫിലോഡെൻഡ്രോണിൻ്റെ ഈ ഒരു വെറൈറ്റി. ഫിലോഡെൻഡ്രോണിൻ്റെ ഒരുവിധം എല്ലാ വെറൈറ്റീസും നമുക്ക് ലോ ലൈറ്റിൽ വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സ് തന്നെയാണ്. എസ്പെഷ്യലി ഈ ഒരു പ്ലാന്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിത് ലോ ലൈറ്റിൽ വെക്കുകയാണെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ലീഫ് ഇതേപോലെ നല്ല ഗ്രീനായിട്ട് ഇങ്ങനെ ഗ്ലോസി ആയിട്ട് വളരുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫാകെ ഇങ്ങനെ പഴുത്ത് പോകുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്. കുറച്ച് ഇങ്ങനെ മഞ്ഞ കളർ ഇങ്ങനെ വരും. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനെ പഴുത്ത് കേടായിട്ട് പോകുന്നതാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലോ ലൈറ്റിൽ വെക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലാന്റാണ് ഈ ഒരു ഫിലോഡെൻഡ്രോൺ. അതേപോലെ നമ്മൾ വെക്കുന്ന ഒരു ഏരിയയ്ക്ക് നല്ല ഗ്രീനിഷ് ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ജംഗിൾ എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു ഫിലോഡെൻഡ്രോൺ. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിച്ചു തന്നിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.